ഹായ് ഫ്രണ്ട്സ്, നമ്മളൊരു യാത്ര പോയാലോ? ഞാൻ എൻ്റെ സ്റ്റുഡൻസിനെയും കൊണ്ട് വന്നതാണ്. മൂന്നാറിലാണുള്ളത്. മൂന്നാറിൽ നിന്ന് ഞങ്ങൾ അധികം ആളുകളാരും പോവാത്ത ഒരു കുറച്ച് സ്ഥലങ്ങളിലേക്കാണ് പോകുന്നത്. അതായത് മൂന്നാറിൽ നമ്മൾ പലപ്പോഴും വരുമ്പോൾ നമ്മൾ മൂന്നാറിൽ മാട്ടുപ്പെട്ടി അങ്ങനെ ഒന്ന് രണ്ട് ഡാമുകളും അതുപോലെ തന്നെ ടോപ്പ് സ്റ്റേഷനൊക്കെ പോലുള്ള സ്ഥലങ്ങളാണ് കാണാറുള്ളൂ. പക്ഷേ എന്നാലും ഒരുപാട് അൺഎക്സ്പ്ലോർ ആയിട്ടുള്ള ഒരുപാട് ഏരിയാസ് മൂന്നാറിലുണ്ട്. അത്തരം സ്ഥലങ്ങളിലേക്കാണ് ഇന്ന് ഞങ്ങൾ യാത്ര പോകുന്നത്. ഈ സ്ഥലത്തേക്കൊന്നും തന്നെ ബസ് പോകില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ കല്ലാറെന്ന് ജീപ്പ് എടുത്ത് ആ ജീപ്പിലാണ് ഞങ്ങൾ പോകുന്നത്. അങ്ങനെ ഞങ്ങൾ ഇപ്പോൾ എത്തിയിട്ടുള്ളത് മൂന്നാറിനടുത്തുള്ള കോട്ടപ്പാറ എന്നുള്ളൊരു വ്യൂ പോയിൻറ്റിൻ്റെ അടുത്താണ്. അപ്പോൾ ഇവിടെ വരെ എന്തുള്ളൂ നമ്മളെ ജീപ്പ് വരുള്ളൂ. ഇവിടുന്ന് പിന്നെ എന്ത് ചെയ്യണം, ആ മുകളിലേക്കുള്ള സ്ഥലത്തേക്ക് നമ്മൾ എന്ത് ചെയ്യണം, നടന്നിട്ട് പോകണം. നടന്നു പോകാൻ നല്ല രസമുള്ള വഴിയാണ്. ഒരുപാട് നല്ല ചെറിയ വഴിയൂടെ കയറിയിട്ട് കുറച്ച് കുത്തനെ കയറി കുറച്ചൊരു പാറയുടെ മുകളിൽ കൂടെ കയറിയിട്ടാണ് നമ്മൾ അങ്ങോട്ട് എത്തുക. അവിടെ മുകളിൽ എത്തിക്കഴിഞ്ഞാൽ നല്ല രസമാണ് ആ വ്യൂ കാണാനൊക്കെ. നല്ല ഇപ്പം കോടമഞ്ഞൊന്നും ഇല്ലാത്തതുകൊണ്ടാണ്. പക്ഷേ കോടമഞ്ഞുള്ള സമയത്തൊക്കെ നല്ല വ്യൂ ആണ് കാണാനുള്ളത്. നമ്മൾ അതിലൊക്കെ കാണാറുണ്ട്, പല വീഡിയോസിലൊക്കെ കാണാറുണ്ട്. പിന്നെ അവിടെ ഞങ്ങൾ എന്ത് ചെയ്തു, ഒരു റീലൊക്കെ ഷൂട്ട് ചെയ്തതിന് ശേഷം എന്ത് ചെയ്ത് അവിടെ നിന്ന് തിരിച്ചിറങ്ങിയിട്ട് പിന്നെ ഞങ്ങളങ്ങനെ പോയിട്ടുള്ളത് ഇപ്പം നമ്മളെത്തിയുള്ളത് കൈനഗിരി വാട്ടർഫാൾസിലാണ്. കൈനഗിരി വാട്ടർഫാൾസ് വലിയ ഹൈറ്റിലൊന്നും വെള്ളം ചാടുന്നതല്ല, എന്നാലും നല്ല രസമുള്ളൊരു വാട്ടർഫാൾസാണ്. നമുക്ക് അവിടെ ഇറങ്ങുകയും ചെയ്യാം. പിന്നെ അതുപോലെ ഒരുപാട് വിദേശികളൊക്കെ അവിടെ നിന്ന് കണ്ടിരുന്നു. പിന്നെ അവിടെ ഞങ്ങളങ്ങനെ എത്തിയിട്ടുള്ള വിരിപ്പാറ വാട്ടർഫാൾസിലാണ്. ഇവിടെ നല്ല രസമാണ് ഈ വെള്ളമൊക്കെ കാണാനും. കുറച്ച് ശ്രദ്ധിക്കണം, കാരണം ഇവിടെയൊക്കെ കുറച്ചൊക്കെ പാറ വഴുക്കുന്നുണ്ട്. എന്നാലും ഇവിടെയൊക്കെ ആളുകൾ കുളിക്കാനൊക്കെ സൗകര്യമുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ വെള്ളത്തിലേക്ക് ഇറങ്ങാം. നല്ല രസമാണ് ഇവിടെ കാണാൻ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെയും ഒരുപാട് ടൂറിസ്റ്റുകളെ കാണാറുണ്ട്, നമ്മൾ കാണുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നല്ല തണുത്ത വെള്ളമാണ്. പൊതുവേ നമുക്കറിയാമല്ലോ, വെള്ളച്ചാട്ടത്തിലെ വെള്ളമൊക്കെ നല്ല തണുപ്പായിരിക്കും ഉണ്ടാവുക. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ ചിലയിടത്തൊക്കെ എന്ത് ചെയ്യുന്നത്, പാറ വഴുക്കുന്നുണ്ട്. പിന്നെ അങ്ങനെയാണ് ഇവിടുത്തെ രസമുള്ള സ്ഥലം. നല്ലൊരു സീനറി ഒക്കെയുള്ള സ്ഥലമാണ് ഇവിടെ. സ്റ്റാർട്ട് ചെയ്തിട്ട് പിന്നെ ഇത് നമ്മളെ ലക്ഷ്മി എസ്റ്റേറ്റ്, അവിടെ തേയിലൊക്കെ കട്ട് ചെയ്യുന്നത് നമുക്ക് കാണാം. പിന്നെ ഞങ്ങളങ്ങനെ നേരെ തിരിച്ചിട്ട് പിന്നെ ഞങ്ങൾ പോയിട്ടുള്ളത് ഇവിടെ ഒരു ടൈഗർ കേവ് എന്നുള്ള ഒരു സ്ഥലത്താണ്. ടൈഗർ കേവ്സിന് ഇവിടെ നമ്മൾ കുറച്ചൊരു തൂക്കുപാലത്തിലൂടെ ഒക്കെ നടന്നിട്ട് എന്ത് ചെയ്യണം, ബാംബു ഫോറസ്റ്റ് ഒക്കെ ഉണ്ട്. എനിക്ക് തോന്നുന്നു ബാംബു നട്ടതാണെന്ന് തോന്നുന്നു, അറിയില്ല. ഫോറസ്റ്റ് അങ്ങനെ ബാംബുവിൻ്റെ ഇടയിലൂടെയൊക്കെ പോയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ഈ ടൈഗർ കേവ് എന്ന സംഭവത്തിലേക്ക്. നമ്മൾ കൂടെ ഫോറസ്റ്റിൻ്റെ ഒരു ഗാർഡ് നമ്മളെ കൂടെ വരും. അത് നമുക്ക് പരിചയമില്ലാത്ത സ്ഥലത്തുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. അത് ഇതിലൂടെ ഇറങ്ങിയിട്ട് വേണം എന്ത് ചെയ്യാൻ, നമുക്ക് താഴേക്ക് പോകാൻ. ഇവിടെ ഈ ഇപ്പം ടൈഗറൊന്നും വരാറില്ല എന്ന് പറഞ്ഞു. പക്ഷേ കഴിഞ്ഞ പ്രളയത്തിൻ്റെ സമയത്ത്, അതിന് മുന്നേ വരെയൊക്കെ ടൈഗർ വരാറുണ്ടായിരുന്നു പറഞ്ഞു. പ്രളയത്തിൻ്റെ സമയത്ത് ഈ കേവിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്തു, കുറേ മണ്ണൊക്കെ നിറഞ്ഞിരുന്നു. അതിനുശേഷം പിന്നെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ മണ്ണങ്ങ് നീക്കിയിട്ടാണ് ഇവിടേക്ക് ഇത് കുറച്ചും കൂടി ഫ്രീ ആയെന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ ഈ ടൈഗർ കേവ്. കാരണം നല്ല ഇരുട്ടാണ്, അതുകൊണ്ട് നമുക്കൊരു വീഡിയോ ഷൂട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്, കാണുന്നില്ല അങ്ങനെ കൂടുതലായിട്ട്. പിന്നെ അതിനുശേഷം നമ്മൾ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് നേരെ പോയത്, രണ്ട് സൈഡിലും പച്ചപ്പൊക്കെയുള്ള ഈ വഴിയിലൂടെ പോയിട്ട് ഞങ്ങൾ അടുത്തായിട്ട് എത്തിയിട്ടുള്ള സ്ഥലം 33 വാട്ടർഫോൾസ് എന്നൊരു വാട്ടർഫോൾസാണ്. റോഡിൽ നിന്ന് നോക്കുമ്പോൾ ഒരു വ്യൂ ആണ് നേരത്തെ കണ്ടത്. പിന്നെ നമ്മൾ സൈഡിലൂടെ നടന്ന് പോകുമ്പോൾ എത്തിക്കഴിഞ്ഞാൽ നല്ല രസമുള്ളൊരു വ്യൂ ആണ്. അങ്ങനെ നല്ല തട്ടുതട്ടായിട്ട് ഇങ്ങനെ വെള്ളം ചാടി വരുന്നതും അവിടെ താഴേക്കുള്ള വ്യൂവും അത് മുകളിലേക്കൊക്കെ നോക്കുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ല തണുത്ത വെള്ളമാണ്. പിന്നെ ഇവിടെ നിന്ന് ആൾക്കാരെ കുളിക്കുന്നത് കണ്ടില്ല. പിന്നെ അതിനുശേഷം നമ്മൾ പോയിട്ടുള്ളത് ഒരു ഹാങ്ങിങ് ബ്രിഡ്ജാണ് കണ്ടിട്ടുള്ളത്. ആ ഹാങ്ങിങ് ബ്രിഡ്ജ് ഞങ്ങൾ മലപ്പുറത്ത് നിന്നാണ് വരുന്നത്. അപ്പോൾ അവിടെ തന്നെ ഹാങ്ങിങ് ബ്രിഡ്ജൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ ഞങ്ങൾ ഇതിലൊന്നും ടിക്കറ്റ് എടുത്ത് കയറാൻ പോയില്ല. ജസ്റ്റ് പുറത്തൊക്കെ കണ്ടിട്ട് ഞങ്ങൾ പോരാണ് ചെയ്തത്. പിന്നീട് നമ്മൾ ഇതിലെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയുള്ള സ്ഥലത്തേക്കാണ് ഞങ്ങൾ എത്തിയിട്ടുള്ളത്. ഇവിടെ ആനക്കുളം എന്നൊരു സ്ഥലമാണ്. ഈ ആനക്കുളം എന്ന് വെച്ചാൽ കാട്ടാനകൾ വന്ന് വെള്ളം കുടിക്കുന്ന സ്ഥലം. അപ്പോൾ ഞങ്ങൾ എത്തിയപ്പം ഒരു 5:30 സമയമാണ്. ആ സമയത്തൊന്നും ആനകളൊന്നും അവിടെ ഇല്ലായിരുന്നു. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ ആന വരുന്ന പറഞ്ഞപ്പോൾ ഞങ്ങളെ അവിടെ നിൽക്കാൻ പറഞ്ഞു. അങ്ങനെ നിന്ന് ഒരു 7 മണിയായപ്പോൾ എന്ത് ചെയ്തു, ആനകൾ വന്ന് തുടങ്ങി. ആനകൾ വെള്ളം കുടിച്ചു. ഇതൊരു വല്ലാത്ത എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം ഇത് കാണാനായിട്ട് 2-3 മണിക്കൂറൊക്കെ ഒരുപാട് വിദേശികളുടെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. അത് വല്ലാത്തൊരു എക്സ്പീരിയൻസ്. പിന്നെ അത് കഴിഞ്ഞ് ഇതാണ് ഞങ്ങൾ കണ്ട സ്പോട്ടുകൾ. പിന്നെ അതിനുശേഷം എന്ത് ചെയ്തു, ഞങ്ങൾ അവിടെ നേരെ ഏകദേശം 7:30 ഞങ്ങളൊന്ന് സ്റ്റാർട്ട് ചെയ്തു. ഒരു 8-8:15 ആകുമ്പോഴൊക്കെ ഞങ്ങൾ കല്ലാർ ടൗണിലെത്തി. ഇതാണ് ഇന്നത്തെ ട്രിപ്പിൻ്റെ പറ്റി. അപ്പോൾ നിങ്ങൾ മൂന്നാറിലൊക്കെ പോകുന്ന ആളുകളാണെങ്കിൽ, സാധാരണ മൂന്നാറിനപ്പുറം നമ്മുടെ ടൗണിനപ്പുറമുള്ള സ്ഥലങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ഈ മാങ്കുളം പോലുള്ള ആനക്കുളം പോലുള്ള സ്ഥലങ്ങളൊക്കെ കാണാൻ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. നമുക്ക് വീണ്ടും ഒരു വീഡിയോയിൽ കാണാം. ബൈ ബൈ.